യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 168 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. മേഘത്തിൽ വന്നിടുവാൻ വരവിന് താമസമുണ്ടോ? യേശുവേ പ്രാണനാഥ, മേഘത്തിൽ വന്നിടുവാൻ വരവിന് താമസമുണ്ടോ? നിന്റെ വാനദൂതർ ഗണത്തോടെ മധ്യവാനിലെഴുന്നള്ളാൻ കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? നിന്റെ നാം ഈ ദിവസങ്ങളിലെ ന്യായാധിപന്മാരെ പറ്റിയാണ് ചിന്തിക്കുന്നത്. 13ാമത്തെ ന്യായാധിപനായ ശിംശോൻ കൃപയിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നു. ശിംശോൻ വഴിപിഴച്ച മാർഗത്തിലൂടെ യാത്ര ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം തുടങ്ങുന്നത് അവൻ ഗസയിൽ ഒരു പാവിനിയായ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. അവിടെ ഉണ്ടെന്ന് ഫെലിസ്ത്യർ അറിഞ്ഞപ്പോൾ അവനെ പിടിച്ചു കൊല്ലാൻ വേണ്ടി അവർ വന്നിരിക്കുന്നു. ശിംശോൻ ഈ വിവരം അറിഞ്ഞു. അവൻ എഴുന്നേറ്റു, പട്ടണത്തിലെ കട്ടിളക്കാൽ രണ്ടും ഓടാമ്പലും എടുത്ത് പറിച്ചെടുത്ത് അവൻ്റെ ചുമലിൽ വെച്ച് ഒരു മലയിൽ കൊണ്ടുവച്ചു. എന്തൊരു ആരോഗ്യം നോക്കിക്കോണം, എത്ര പവറാണ്! അവർക്ക് തൊടാനായിട്ട് പറ്റില്ല. പിന്നെയും അടുത്ത പാപത്തിലേക്ക് താനെ പതുക്കെ പതുക്കെ നീങ്ങാൻ തുടങ്ങി. ദലീല എന്നു പേരുള്ളതായ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു താമസം തുടങ്ങി. അതെ, അവിടെയുള്ളതായ മൂപ്പന്മാരെ ദലീലെ വശീകരിച്ചിട്ട് പറഞ്ഞു, അവനൊരു മഹാശക്തിയുണ്ട്. ആ ശക്തി നീ വെളിപ്പെടുത്തി തന്നാൽ നിനക്ക് വലിയൊരു സ്വത്തിൻ്റെ ഉടമയാകാം. 1100 വെള്ളിപ്പണം വീതം ഞങ്ങൾ തരാം. വലിയൊരു തുകയാണ്. ദലീലയ്ക്കും മനസ്സിലായി അവനൊരു മഹാശക്തിയുണ്ടെന്ന്. എന്നും ശിംശോനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. നിനക്കൊരു മഹാശക്തിയുണ്ട്, അതെനിക്ക് വെളിപ്പെടുത്തി തരണം. തരുന്നില്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അവരുടെ കപട വാക്കുകളാലെ അവനാകെ വല്ലാത്തൊരു സാഹചര്യമായി. രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങളെ പറഞ്ഞു കൊടുത്തെങ്കിലും അതെല്ലാം പരാജയമായിരുന്നു. ഫെലിസ്ത്യരെ അവനെ പിടിക്കാനായിട്ട് പറ്റിയില്ല. ദലീല കരയാൻ തുടങ്ങി, നീ എന്നെ സ്നേഹിക്കുന്നില്ല, നിന്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് കൂടെ ആവർത്തിച്ചപ്പോൾ അവനും ബലഹീനനായിപ്പോയി. അവൻ ഒടുവിൽ പറഞ്ഞു, എൻ്റെ തലമുടി മേലാണ് ഈ പവർ ആയിരിക്കുന്നത്. എന്താണ് ഈ തലമുടിയിൽ പവർ കൊടുക്കാനെന്നൊക്കെ ചിന്തിച്ചാൽ കാര്യമായ ഉത്തരം നമുക്ക് അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒരു വ്യാഖ്യാനമൊന്നും നമുക്ക് ബൈബിളിലൂടെ, അവൻ നാസീർ ആയിരുന്നു, അവന്റെ മുടിമേൽ ശവരക്കത്തി തൊടുവിക്കരുന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ശിംശോന്റെ മുടിയിലായിരുന്നു ആ ശക്തി ഉണ്ടായിരുന്നത്. ഒടുവിൽ അവളുടെ നിർബന്ധത്താൽ താനെ ആ കാര്യം പറഞ്ഞു. ഒരു ചെവരക്കത്തി കൊണ്ടുവന്ന് അവന്റെ മുടി മുഴുവൻ കത്തിരിച്ചു. അവന്റെ ശക്തി പോയത് അവൻ അറിഞ്ഞില്ല. ഇവൾ പതിവ് പോലെ വിളിച്ചു പറഞ്ഞു, ശിംശോനെ, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നെന്ന് പറഞ്ഞു. അവൻ കുടഞ്ഞെഴുന്നേറ്റെങ്കിലും ശേഷം മനുഷ്യനെ പോലെ ആയിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, ഒരു കാര്യം മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടുന്ന ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് പാപത്തെ വീഴുകയില്ല. പിശാചെ പതുക്കെ കൃപയിൽ നിന്നും ചോർത്താൻ വേണ്ടി ഒരുപാട് വഴികൾ ഉണ്ടാക്കും. ഒരു ദിവസം കൊണ്ട് തെറ്റിപ്പോയില്ല.
പല ദിവസം കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയും കൂടെ ഞാനൊരു ആലോചന പറഞ്ഞു. ശിംശോനെ ഫെലിസ്ത്യർ പിടിച്ചു, മറ്റേ തൊടാൻ പറ്റിയതായിരുന്നു. അവന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. എന്ത് സങ്കടകരമായ കാര്യമാണ്. ദാഗോന്റെ ക്ഷേത്രത്തിലെ ഇദ്ദേഹത്തെ നരബലി നടത്താൻ വേണ്ടി കൊണ്ടുപോയി. പക്ഷെ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകിയേല. നമുക്കുണ്ടാകുന്ന ഏതു കാര്യങ്ങളിലും ദൈവത്തിന്റെ കരം പുറകിലുണ്ട്. ഒടുവിൽ അവിടെ മാവ് പൊടിക്കുന്ന ജോലിയാണ് ശിംശോന് കൊടുത്തിരിക്കുന്നത്. എത്രയോ വലിയൊരു മനുഷ്യൻ, ഇസ്രായേലിന് ന്യായാധിപനായിരിക്കുന്ന മനുഷ്യനെ ഇപ്പോൾ മാവ് പൊടിക്കുന്ന ജോലിയാണ് കൊടുത്തിരിക്കുന്നത്. അവൻ ഇപ്പോൾ ഗസയിലായിരിക്കുന്നു. ഈ ഗസയും ഗാസയും ഒന്നാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഫിലിപ്പോസിനെ കർത്താവിന്റെ ദൂതൻ അവനെ ഗസയിലേക്ക് പറഞ്ഞയച്ചു. അപ്പോസ്തലപ്രവൃത്തി 8-26 വാക്യം. ഇനിയും ഗസയിൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഒരു വലിയ ഉത്സവം നടക്കാൻ പോകുകയാണ്. അന്ന് ഇവനെ കൊല്ലണം എന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. ഒടുവിൽ ശിംശോനെ അവരുടെ മുമ്പിൽ കളിപ്പിക്കാൻ തുടങ്ങി. എന്ത് സങ്കടകരമായ കാര്യമാണ്. അവര് പറയുന്ന അനുസരിച്ച് ചാടുക, ഓടുക, ആ രീതിയിൽ ഇവരെ കൊണ്ടുവന്നു. അവന് മനസ്സിലായി ഇതെന്റെ അന്ത്യ ദിവസമാണ്, എനിക്കിനി വേറൊരു ദിവസമില്ല. അവൻ ദൈവത്തോടൊരു നിലവിളി, ഒരു പ്രാർത്ഥന കഴിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെ ആയിരുന്നു. ന്യായാധിപന്മാർ 16:28. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രയാസ സാഹചര്യങ്ങളിലും നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം നമ്മെ വഴി നടത്തും. അടുത്ത പറഞ്ഞ എന്റെ 2 കണ്ണും വേണ്ടി ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യുവാൻ ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ. സ്വർഗത്തിലെ ശിംശോന്റെ ഹൃദയം പൊട്ടിയ പ്രാർത്ഥന അങ്ങ് ചെന്നു. തൻ്റെ മേൽ പഴയ ശക്തിയേക്കാൾ അധികം ശക്തി ശിംശോന്റെ മേൽ വന്നു. അവിടെ ആയിരങ്ങളാ കൂടിയിരിക്കുന്ന ശിംശോന്റെ അവസാനം കാണാൻ വേണ്ടി 2 തൂണിന്മേൽ താൻ പിടിച്ചു. അത് വലിയൊരു കെട്ടിടം തന്നെ ആയിരുന്നു. നോക്കിയപ്പോൾ തൻ്റെ കരം തൂണിന്മേൽ തൊട്ടപ്പോൾ തൂണ് ചലിക്കാൻ തുടങ്ങി. തനിക്ക് മനസ്സിലായി തൻ്റെ ശക്തിയേക്കാൾ വലിയൊരു ശക്തി മടങ്ങി വന്നെന്ന്. എന്നാൽ ഫിലിസ്ത്യർ അറിഞ്ഞില്ല തൻ്റെ മേൽ ശക്തി മടങ്ങി വന്ന കാര്യം. അവൻ തൂണെ പിടിച്ചൊന്ന് കുലുക്കി. ആ തൂണ് മറിഞ്ഞു വീണു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ കെട്ടിടം വീണ് മരിച്ചുപോയി. പക്ഷേ അവരുദ്ദേശിച്ച പോലെ ശിംശോനെ കൊല്ലാൻ പറ്റിയില്ല. തൻ്റെ ജീവകാലത്ത് ചെയ്തതിനേക്കാൾ അധികം തൻ്റെ മരണസമയത്തെ ചെയ്തു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ഏത് പ്രശ്നത്തിലും ഒരു ഉത്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ വിരാമം കൊള്ളുന്നു. കർത്താവ് വരാറായി. ആയിരങ്ങൾ യേശുവിന് വേണ്ടി ഒരുങ്ങുക. ഭാരതത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.